ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള അഭിനേത്രികളിലൊരാളാണ് ഗൗരി കൃഷ്ണൻ. അനിയത്തി എന്ന പരമ്പരയിലൂടെയാണ് ഗൗരിയുടെ അഭിനയ ജീവിതം തുടങ്ങിയത്. പൗർണമി തിങ്കളിലൂടെയായിരുന്നു ഗൗരിയുടെ കരിയറും ജീവിതവും മാറിമറിഞ്ഞത്. പൗർണമി തിങ്കളിൻ്റെ ഡയറക്ടർ കൂടിയായ മനോജ് പേയാടാണ് ഗൗരിയെ വിവാഹം ചെയ്തത്. 2022 നവംബർ 24-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹം കഴിഞ്ഞതോടെ ഇരുവരും ഒന്നിച്ച് വ്ളോഗുകൾ ചെയ്യാറുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം ഗൗരി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. അടുത്തിടെയായിരുന്നു യൂട്യൂബിൽ അത്ര ആക്റ്റീവല്ലായിരുന്നു താരം. പുതിയ വീഡിയോകൾ വരാതെയിരുന്നതോടെയായിരുന്നു ചോദ്യങ്ങളുമായി ആരാധകരെത്തിയത്. പഠന കാര്യങ്ങളുടെ തിരക്കിലാണോ, ബിസിനസ് കാര്യങ്ങളിലാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യങ്ങൾ. ചർച്ചകൾ സജീവമായതോടെയായിരുന്നു ഗൗരി തന്നെ മറുപടിയുമായി എത്തിയത്. വിവാഹജീവിതം അത്ര സുഖകരമല്ലെന്നും രണ്ടാളും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നുമായിരുന്നു ഗൗരി പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി തന്നെ മറുപടി നൽകിയിരുന്നു. നിമിഷ നേരം കൊണ്ടായിരുന്നു ഗൗരിയുടെ വാക്കുകൾ ചർച്ചയായി മാറിയത്. ഇവർക്കിതെന്തു പറ്റി, എത്ര ഹാപ്പിയായി കഴിഞ്ഞവരായിരുന്നല്ലോ തുടങ്ങിയ കമൻറ്റുകളാണ് ചിലർ ഉന്നയിച്ചത്. അതേസമയം തന്നെ ഇവർ വിമർശിച്ചുള്ള കമൻറ്റുകളും വന്നിരുന്നു. ഇപ്പോഴിതാ പുതിയ പോസ്റ്റിലൂടെയായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗൗരി. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം. ക്യാപ്ഷനുകൾ തലക്കെട്ടുകളും നൽകുമ്പോൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും ഞങ്ങളുടെ സൗഹൃദം നിലനിർത്തും. ജീവിതത്തിൽ ബുദ്ധിമുട്ടായൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡിപ്രഷന് മരുന്നുകൾ എടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി പെരുമാറിയാൽ വളരെ ഉപകാരം എന്നുമായിരുന്നു ഗൗരി കുറിച്ചത്. ധൈര്യമായിരിക്കൂ, ഇതും കടന്നുപോകും. താരങ്ങളടക്കം നിരവധി പേരാണ് ഗൗരിയുടെ കുറിപ്പിന് താഴെ പ്രതികരണവുമായി എത്തിയത്. വിവാഹ ദിവസം ഗൗരി മാധ്യമങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ചത് വലിയ ചർച്ചയായിരുന്നു. കല്യാണത്തിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നതിനോട് താല്പര്യമില്ലെന്നായിരുന്നു മുൻപ് താരം പറഞ്ഞത്. എന്നാൽ വിവാഹ ദിവസം ആഡംബരങ്ങളേറെയായിരുന്നു എന്നുള്ള കമൻറ്റുകളും ഉണ്ടായിരുന്നു. വ്ളോഗിലൂടെയായി അന്ന് ഗൗരിയും മനോജും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. കല്യാണം കാണാനായി വന്ന അതിഥികൾക്ക് കാണാനാവാത്ത വിധത്തിലായിരുന്നു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ നിന്നത്. ചടങ്ങുകളുടെ ഭാഗമായി നിൽക്കേണ്ടവർക്ക് പോലും വേദിയിലേക്ക് വരാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫർക്ക് ചിത്രങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയൊരു അവസ്ഥ വന്നപ്പോഴാണ് പ്രതികരിച്ചത്. ആരെയും വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെന്നുമായിരുന്നു ഗൗരി പറഞ്ഞത്.